സോ ഹൗ ഡു യു മേക്ക് മണി ഫ്രം ഇൻഫിലിം ബ്രാൻഡിങ്? ഈ ഇൻഫിലിം ബ്രാൻഡിങ് ചെയ്യുന്ന പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. പേ ചെയ്ത് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ അവർ ആവശ്യപ്പെടുന്നത് എത്ര മിനിറ്റ്. എ മൂവി ഈസ് വാല്യൂഡ് ഓൺ ആർട്ടിസ്റ്റ്, ഡയറക്ടർ ആൻഡ് ദ ബാനർ. പബ്ലിസിറ്റി മെറ്റീരിയൽസിനകത്ത് കോ ബ്രാൻഡിങ് പാർട്ട്ണർ ആവശ്യപ്പെടാം. നിങ്ങൾ ഇൻഫിലിം ബ്രാൻഡിങ് ആ ബാങ്കുമായിട്ടോ NBFCയുമായിട്ടോ അഗ്രിമെൻറ്റ് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ആർട്ടിസ്റ്റ് ആസ് എ ബ്രാൻഡ് അംബാസിഡറായിട്ട് വേറെ ബാങ്കിൻ്റെയോ NBFCയോടെയോ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. പല ചെറിയ ബ്രാൻഡ്സും പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്നില്ല. ഡയറക്ടറിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പേര് ഇതിനു മുമ്പ് ആഡ് ചെയ്തിട്ടുള്ള ഡയറക്ടർ ആണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പേര് അവർ ഫണ്ട് ഇഷ്യൂ എടുത്ത് വൗച്ചർ എഴുതി സൈൻ ചെയ്ത് ഫണ്ട് ഇഷ്യൂ ചെയ്യും. കോൺട്രാക്റ്റ് ഉണ്ടാവണമെന്നില്ല. വെൽക്കം ബാക്ക് ടു ദ എപ്പിസോഡ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു യൂട്യൂബിലാന്ന് തോന്നുന്നു ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ലോയിഡ് എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചത്. അതായത് ഈ ഇൻഫിലിം ബ്രാൻഡിങ്ങിൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ച് കവർ ചെയ്യാമോ? ഇൻഫിലിം ബ്രാൻഡിങ്ങിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ ഞാൻ കോ ബ്രാൻഡിങ്ങിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് ദയവ് ചെയ്ത് പോയി കാണണം. So how do you make money from in-film branding? So let's say that you designed a movie. നിങ്ങളൊരു മൂവി ചെയ്യുന്നു. ആ മൂവിക്കകത്ത് പല ഇൻഫിലിം ബ്രാൻഡിങ് എലമെൻറ്റ്സ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബാങ്ക്, ആ ബാങ്കിൽ ഗോൾഡ് ലോൺ, നായിക കൊണ്ടുവന്ന് ഗോൾഡ് ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോകുന്നു. അപ്പം അതൊരു ഇതായി. അതുപോലെ തന്നെ നായിക യൂസ് ചെയ്യുന്ന സ്കൂട്ടർ, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കാൻ പോകുന്നു, ആ അപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നു, ഇങ്ങനെയുള്ളത്. അപ്പോൾ ബാങ്കിനെ കുറിച്ച് നമുക്ക് പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫെഡറൽ ബാങ്ക് സ്ഥിരമായിട്ട് മൂവിക്കകത്ത് ഇൻഫിലിം ബ്രാൻഡിങ് ചെയ്യുമായിരുന്നു, അവരുടെ ബ്രാൻഡ് പ്രസൻസ് ഗ്രോ ചെയ്യാൻ വേണ്ടി. ഈ ഇൻഫിലിം ബ്രാൻഡിങ് ചെയ്യുന്ന പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഇൻഫിലിം ബ്രാൻഡിങ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെഗസി ബിൽഡ് ചെയ്യുക. അതായത് if your intention is to survive here for 100 years, അത് നിങ്ങളുടെ ബിസിനസ് 100 വർഷം മേളിൽ നിങ്ങൾക്ക് ഓടണം എന്ന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫിലിം ബ്രാൻഡിങ്ങിൽ നിങ്ങളെ ലെഗസി ക്രിയേറ്റ് ചെയ്യും. കാരണം 100 വർഷത്തിനപ്പുറം ഈ പടം, അതായത് നിങ്ങൾ ഏതാണോ പടം ചെയ്യുന്നത് ആ പടം 100 വർഷത്തിനപ്പുറം സാറ്റലൈറ്റ് OTT എവിടെയെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ ഈ ബാങ്കിൻ്റെ പ്രസൻസ് അവിടെ കാണും. 100 വർഷത്തിന് മുമ്പ് എടുത്ത പടത്തിനകത്ത് ബാങ്ക് പ്രസൻസ് കാണും. അപ്പം ഇങ്ങനെ ഇൻഫിലിം ബ്രാൻഡിങ് ചെയ്യുമ്പം ഇപ്പോൾ ഫെഡറൽ ബാങ്ക് പോലുള്ള, ഇപ്പോൾ ഏത് ബാങ്ക് ആകട്ടെ, NBFC ആയിക്കോട്ടെ, ഒരുപാട് NBFCകൾ ചെയ്യുന്നുണ്ട്. NBFCs ഡെഫിനറ്റ്ലി പേ മണി. അപ്പം പേ മണി എന്ന് പറയുമ്പം അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ദ ഫസ്റ്റ് ക്രൈറ്റീരിയ ഈസ് ടൈമിങ്. അതായത് എത്ര മിനിറ്റാണ് നിങ്ങൾ ആ ബാങ്കിന്, അതായത് ആ സീൻ നിങ്ങൾ എത്ര മിനിറ്റാണ്. നോർമലി ഇറ്റ് ഗോസ് ആസ് സ്മോൾ ആസ് 40 seconds to as big as anything. So normally ഒരു 2 minutes 3 minutesൻ്റെ ഒരു സീൻ, നമ്മുടെ ടോട്ടൽ പടം നോക്കുമ്പം ഒരു 1 to 2 minutes എങ്കിലും വരത്തക്ക രീതിയിലുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ NBFC പോലുള്ള ആൾക്കാർ പേ ചെയ്ത് നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുത്തുള്ളൂ. പേ ചെയ്ത് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ അവർ ആവശ്യപ്പെടുന്നത് എത്ര മിനിറ്റ് ആണ് അവർക്ക് പ്രസൻസ് ഉള്ളത്. 2 പോസിറ്റീവ് ഔട്ട്കം. അതായത് ഈ പടത്തിൽ ആ ബ്രാൻഡിന് അല്ലെങ്കിൽ ആ NBFCനെയോ ബാങ്കിനെയോ പോസിറ്റീവായിട്ടാണോ നിങ്ങൾ കാണിക്കുന്നത്. അപ്പം ഡെഫിനറ്റായിട്ട് ആ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ആ NBFCയുടെ പോർഷൻ വരുന്ന സ്ക്രിപ്റ്റ്, ആ സീൻ ഓർഡേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടി വരും. 3, ആരാണ് അഭിനയിക്കുന്നത്, ആർട്ടിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. 4, ബാനർ, ഏത് ബാനറിലാണ് പടം എടുക്കുന്നത്, ആരാണ് ഡയറക്ടർ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എ മൂവി ഈസ് വാല്യൂഡ് ഓൺ ആർട്ടിസ്റ്റ്, ഡയറക്ടർ ആൻഡ് ദ ബാനർ. ഈ 3ലാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഇത്രയും കാര്യം ഇവർ നോക്കും. കോൺട്രാക്റ്റ് ഇടും. കോൺട്രാക്റ്റിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇവർ പറയുകയും ചെയ്യും
ഈ ഷൂട്ട് ചെയ്ത സീൻ, അതായത് ബാങ്ക് അപ്രൂവ് ചെയ്ത സീന് അല്ലെ NBFC അപ്രൂവ് ചെയ്ത സീന് ഒരു കാരണവശാലും ഫൈനൽ എഡിറ്റിൽ കട്ട് ചെയ്യാൻ പാടില്ലെന്നും, മൂവി വരുമ്പം ബാങ്കിന് പ്രസൻസ് വേണമെന്നും. അതായത് എങ്ങനത്തെ പ്രസൻസ് ആണ്? ഒന്ന്, ചിലപ്പം പോസ്റ്ററിൽ പ്രസൻസ് ആവശ്യപ്പെടും, കോ ബ്രാൻഡിങ് പാർട്ട്ണറായിട്ട്. ഓൾ പോസ്റ്റേഴ്സ് ആൻഡ് ഹോർഡിങ്സ്, പബ്ലിസിറ്റി മെറ്റീരിയൽസിനകത്ത് കോ ബ്രാൻഡിങ് പാർട്ട്ണർ ആവശ്യപ്പെടാം. 2, മൂവിക്കകത്ത് ഇത്ര മിനിറ്റിൻ്റെ സീൻ പ്ലേസ്മെൻറ്റ്സ് ആവശ്യപ്പെടാം. 3, ഈ സീൻ കട്ട് ചെയ്യില്ല എന്നുള്ള കമ്മിറ്റ്മെൻറ്റ്, അത് കോൺട്രാക്ച്വലായിട്ട് കമ്മിറ്റ്മെൻറ്റ് വരും. 4, ടൈറ്റിൽ ക്രെഡിറ്റ്സ് ആൻഡ് റോളിംഗ് ക്രെഡിറ്റ്സിൽ ബാങ്കിൻ്റെ പ്രസൻസ്, അതായത് സിംഗിൾ ടൈറ്റിൽ കാർഡെന്ന് നമ്മൾ പറയും. അതായത് കോ ബ്രാൻഡിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഇന്ന ബാങ്കിൻ്റെ പേര് അല്ലെ NBFCയുടെ പേര്, ഇത് തന്നെ റോളിംഗ് ക്രെഡിറ്റ്സിലും വെക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വരും. പക്ഷെങ്കിൽ നിങ്ങൾ ഈ അഗ്രിമെൻ്റ് കയറുന്നതിന്, അതായത് പ്രൊഡ്യൂസറിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്, നിങ്ങൾ ഈ ഇൻഫിലിം ബ്രാൻഡിങ് ആ ബാങ്കുമായിട്ടോ NBFCയുമായിട്ടോ അഗ്രിമെൻ്റ് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ആർട്ടിസ്റ്റ് ആസ് എ ബ്രാൻഡ് അംബാസിഡറായിട്ട് വേറെ ബാങ്കിൻ്റെയോ NBFCയോടെയോ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം മജോറിറ്റി ഓഫ് ദ ബ്രാൻഡ് അംബാസിഡേഴ്സ്, അതായത് ബ്രാൻഡ് അംബാസിഡേഴ്സിനെ വെക്കുമ്പം കമ്പനികൾ നോൺ കോമ്പറ്റീറ്റീവ് ക്ലോസസ് എൻട്രി ചെയ്യും. അതായത് ഉദാഹരണം പറഞ്ഞാൽ, പെപ്സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണെങ്കിൽ ഒരു കാരണവശാലും കൊക്കക്കോള കുടിക്കുന്നത് ഫോട്ടോ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ ബ്രാൻഡ് അംബാസിഡറിൻ്റെ പൈസ, ബ്രാൻഡ് അംബാസിഡറായിട്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയും നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് പെനാൽറ്റി കൊടുക്കുകയും വേണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ കോൺട്രാക്റ്റ് വരും. അപ്പം ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിന് വേറൊരു കാര്യം പറയുന്നത്, മസ്റ്റായിട്ടും നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയണം. അതായത് നിങ്ങൾ കാശ് മേടിച്ചിട്ടുണ്ട്, നിങ്ങളൊരു 10 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്, ഇന്ന പരിപാടിയാണ്, ഇന്നതാണ് ചെയ്യുന്നത്, ഞാൻ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയണം. കാരണം ആർട്ടിസ്റ്റ് മണ്ടന്മാരല്ല. നിങ്ങൾ ലുങ്കി കൊടുത്ത് ലുങ്കിയുടെ പേരൊക്കെ പറയുമ്പം ആർട്ടിസ്റ്റ് ചോദിക്കും ഇത് ഡയലോഗിലുള്ളതാണോ ചോദിക്കും, ലുങ്കിയുടെ പേര് പറയേണ്ടത്. സോപ്പ് കുളിച്ചുകൊണ്ടിരിക്കുമ്പം സോപ്പിൻ്റെ പേര് പറയുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ചിലപ്പം പ്രൊഡ്യൂസേഴ്സിനടുത്ത് പോലും പറയാതെ ഡയറക്ടേഴ്സ് ഒപ്പിക്കുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ചും ഡയറക്ടേഴ്സ് ആഡ് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ മാർക്കറ്റിംഗ് മാനേജേഴ്സിനടുത്തൊക്കെ ഡയറക്റ്റ് കോൺടാക്റ്റ് വേണം. അപ്പം ഒരു സോപ്പിൻ്റെ പേര്, ഞാൻ സോപ്പിൻ്റെ പേരൊന്നും പറയുന്നില്ല, സോപ്പിൻ്റെ പേര് ഇന്ന സോപ്പ് ഏതാ ഈ സോപ്പ്, ഇന്ന സോപ്പ്, ആ കൊള്ളാമല്ലോ, നല്ല മണമാണല്ലോ എന്ന് പറയുന്ന ഒരൊറ്റ ഡയലോഗ് അത് പ്ലേസ് ചെയ്യും. അത് തമാശയായിട്ട് ബാക്കി എല്ലാവർക്കും തിയേറ്ററിൽ തോന്നും, പ്രൊഡ്യൂസറിനും തോന്നും. പക്ഷെങ്കിൽ ചിലപ്പോൾ ഡയറക്ടർ അതിന് കാശ് മേടിച്ചിട്ടുണ്ടാവും. അത് ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറിനെ അറിയത്തുള്ളൂ ഇങ്ങനെ കാശ് മേടിച്ചിട്ടുണ്ടോയെന്ന്. കാരണം ഈ പല ചെറിയ ബ്രാൻഡ്സും പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്നില്ല. ഡയറക്ടറിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പേര് ഇതിനു മുമ്പ് ആഡ് ചെയ്തിട്ടുള്ള ഡയറക്ടർ ആണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പേര് അവർ ഫണ്ട് ഇഷ്യൂ എടുത്ത് വൗച്ചർ എഴുതി സൈൻ ചെയ്ത് ഫണ്ട് ഇഷ്യൂ ചെയ്യും, കോൺട്രാക്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. പിന്നെ നോൺ കോമ്പറ്റീറ്റീവ് ക്ലോസസ് ഉണ്ടോ എന്ന് പ്രീ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് റെഫ്യൂസ് ചെയ്യും ആ സീൻ ചെയ്യാൻ വേണ്ടി. അപ്പം ഇതാണ് ഇൻഫിലിം ബ്രാൻഡിങ്ങിൽ ചെയ്യുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ പൈസ, എത്ര രൂപ കിട്ടും? ഇത് ആസ് വലിയ ആർട്ടിസ്റ്റ് ആണ്, നിങ്ങൾക്ക് Tier 1 Tier 2 ആർട്ടിസ്റ്റ് ആണെങ്കിൽ യു ആർ ടോക്കിംഗ് എനിവെയർ ഫ്രോം 10 lakhs to ആസ് ബിഗ് ആസ് 1 crore. ഈ 1 crore എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഏത് പടമെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു തെലുങ്ക് തമിഴ് പടമാണ്. അതിനകത്ത് നമ്മുടെ നായകൻ വർക്ക് ചെയ്യുന്നതിന് ആ കമ്പനിയിലാണ്. അതായത് എൻറ്റയർ ബ്രാൻഡ്, അതായത് ത്രൂ ഔട്ട് മൂവിയിൽ നായകൻ ഓടിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു, നായകൻ ഓടിക്കുന്ന ബൈക്കും ആ വർക്ക് ചെയ്യുന്ന കമ്പനിയും ബൈക്കായിരുന്നു. അതായത് നായകൻ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ത്രൂ ഔട്ട് മൂവിയിൽ. അപ്പം അതിൽ വലിയ ബ്രാൻഡ് പ്രസൻസ് എന്താണ്? നിങ്ങൾ ആ കമ്പനിയുടെ പേര് കാണാതെ, എനിക്കൊന്ന് 90 സീൻ ഉണ്ടെങ്കിൽ 85 സീനിലും ആ കമ്പനിയുടെ പേര് പ്രസൻറ്റാണ്. അപ്പം അതെന്ന് പറയുമ്പം ദാറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ദേ സ്പെൻഡിങ് മണി ഓൺ TV. ഈ TV-യുടെ പ്രശ്നം വെച്ചാൽ TV ആഡ്സ് വരും പോകും. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ലെഗസിയാണ്. അതായത് ഇൻഫിലിം ബ്രാൻഡിങ് ഇസ് എ ലെഗസി, മീൻസ് ക്യാപ്റ്റീവ് ഓഡിയൻസ്. ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ കയ്യിൽ റിമോട്ടില്ല പടം കാണുമ്പോൾ. 100 കോടി രൂപ കളക്ട് ചെയ്യുന്ന ഒരു മൂവിക്കകത്ത് യു ക്യാൻ ഡു ദ മാത്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എത്ര ലക്ഷം പേരാണ് ആ പടം കാണുന്നത്. 1 കോടി ആൾക്കാരെങ്കിലും ആ പടം കാണുന്നുണ്ട്. 1 കോടി ആൾക്കാരും ആ കമ്പനിയുടെ ബ്രാൻഡ് കണ്ടു എന്ന് തന്നെ ഉറപ്പിക്കാം. അതായത് നമ്മൾ ലിഫ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പം ഈ അവർ തരുന്നൊരു പ്രപ്പോസലിനകത്ത് പറയുന്നുണ്ട് 1 ലക്ഷം ആൾക്കാർ താമസിക്കുന്നുണ്ട്, 50% ഒക്യുപ്പൻസി ഉണ്ട്, 25% ആൾക്കാർ കാണുമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് നക്ഷത്രം ഇട്ട് തരും.
പക്ഷെ മൂവിക്കകത്ത് അങ്ങനല്ല, ആ നക്ഷത്രം ഇടേണ്ട കാര്യമില്ല. നിങ്ങളുടെ സീനിനകത്ത് നിങ്ങളുടെ ബ്രാൻഡ് പ്ലേസ് ചെയ്താൽ അത് ഒരു കോടി ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ 1 കോടി ആൾക്കാർ ഇവിടെ ബ്രാൻഡും കണ്ടിട്ടുണ്ട്. അല്ലെ പിന്നെ അവർ കണ്ണടച്ചിരിക്കണം. കണ്ണും അടച്ച് ചെവിയും പൊത്തി ഇരിക്കാതെ തിയേറ്ററിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് തന്നെയാണ് ചാനൽസിൽ വരുമ്പോഴും. OTT സാറ്റലൈറ്റ് ചാനൽസ് വരുമ്പോൾ അവർ ഈ സീനൊന്നും കട്ട് ചെയ്യാൻ പോകുന്നില്ല. ആ ബ്രാൻഡും ആ സീനും അവിടെ കാണും. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് ഇറ്റ് സ്റ്റേസ് ദെയർ ഫോർ എവർ ആൻഡ് യു ക്രിയേറ്റ് എ ലെഗസി ബിയോണ്ട്. പല കേസുകളും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കേസ് ഇവിടെ ട്രേഡ് മാർക്ക് കേസ് വരുമ്പം ആ കേസ് പോലും ജയിച്ചിട്ടുള്ളത് ഇന്ന മൂവിക്കകത്ത് ഇന്ന വർഷം ഞങ്ങളുടെ ബ്രാൻഡ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടാണ് ട്രേഡ് മാർക്ക് കേസ് ജയിക്കുന്നത്. അപ്പം അത് ദർ ഇസ് എ ഹ്യൂജ് പോസിബിലിറ്റി. ഇപ്പം ദുൽഖറിനെ വെച്ച് നിങ്ങളൊരു പടം എടുക്കുന്നു, ദുൽഖർ ഏതെങ്കിലും ഒരു ഷർട്ടിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ ഓൾറെഡി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു കനോട്ട് ആസ്ക് ഹിം ടു വിയർ അനദർ ഷർട്ട് ഫോർ പ്രൊമോഷൻ പർപ്പസ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ പുള്ളിയുടെ മാസ്റ്റർ കോൺട്രാക്ട്, അത് ഹിസ് ആർട്ടിസ്റ്റിൻ്റെ കോൺട്രാക്ട് വയലേഷനാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നിർബന്ധിക്കാതിരിക്കുക. അപ്പം ഇതാണ് പ്ലേസ്മെൻറ്റ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഈസി ടു പ്ലേസ് ഏരിയ ഉണ്ട്. ബുദ്ധിയുള്ള മാർക്കറ്റിംഗ് മാനേജേഴ്സ് ആണെങ്കിൽ മസ്റ്റ് അടിപൊളി പാട്ടുകൾ, ഏതെങ്കിലും നല്ല പാട്ടുകൾ വേണമെങ്കിൽ പാട്ടിനകത്ത് പ്ലേസ് ചെയ്യാൻ പറയും. പുറത്ത് 40 സെക്കൻഡ് പ്ലേസ് ചെയ്യുന്നതിനെക്കാട്ടി എഫക്റ്റീവാണ് ഒരു പാട്ടിനകത്ത്, അതായത് ഓടുന്ന ഒരു പാട്ടിനകത്ത് 20 സെക്കൻഡ്സ് പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവി 1 ടൈം 2 ടൈം 3 ടൈം വാച്ച് ചെയ്ത് തീരും. പക്ഷെ പാട്ടെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് വാച്ചാണ്. അത് 100 മില്യൺ 200 മില്യൺ വ്യൂസ് അടിച്ച 100 മില്യൺ ടൈം ഇറ്റ് ഈസ് ബീൻ വാച്ച്ഡ്. മൂവിക്കകത്ത് ആ പാട്ട് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ മൂവി കാണുമ്പം ആ പാട്ടും കണ്ട് നിങ്ങളുടെ ബ്രാൻഡും കാണും. പക്ഷെ പാട്ടിനകത്ത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് വെക്കുക. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ പ്രേമലുവിനകത്ത് ഒരു ബൈക്ക്, ബാംഗ്ലൂർ ബേസ്ഡ് മലയാളികളുടെ ഒരു ഐ തിങ്ക് വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് മലയാളി ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട്, റിവറൻറ്റി എന്നാന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് പ്ലേസ് ദാറ്റ്. അവർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു 2 കളർ വണ്ടിയാണ് ഇത്. രണ്ട് സീൻ ഞാൻ കണ്ടതായിട്ടാണ് എനിക്ക് ഓർക്കുന്നത്. രണ്ടിൻ്റെയും കളർ വ്യത്യാസമാണ്. സെയിം കളർ സ്കൂട്ടേഴ്സ് അല്ല അവർ യൂസ് ചെയ്തത്. നമ്മളത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ല എന്ത് ലോജിക്ക്, ഇവർക്ക് ബൈക്ക് എവിടെ നിന്ന് കിട്ടുന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ ആ പാട്ടും ആ പടവും നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടു. സോ ഇമാജിൻ ഇഫ് ഇറ്റ്, ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഞാൻ ചെക്ക് ചെയ്തപ്പം 3 മില്യൺ വ്യൂസ് എത്തിയിട്ടുണ്ട്. സോ 3 മില്യൺ പീപ്പിൾ സോ ദാറ്റ് ബൈക്ക് ആൻഡ് മജോറിറ്റി ഓഫ് ദ കമൻസ്. അപ്പോൾ നിങ്ങൾ പലയിടത്തും കമൻസ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ബൈക്ക് ഏതാണ്, ആ സ്കൂട്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടാണ് പല ആൾക്കാരും കമൻറ്റ് ചെയ്തേക്കുന്നത്. കാരണം പല ആൾക്കാരും, ഞാൻ അതിൻ്റെ പ്രസ് റിലീസസ് ഒക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വ്ളോഗേഴ്സ് ഉണ്ട്, മോട്ടോ വ്ളോഗേഴ്സ് എല്ലാത്തും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ പ്രേമലുവിനകത്ത് അത് പ്ലേസ് ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് അറിഞ്ഞത്. പിന്നെ പ്രേമലു ഓടിയത് ജസ്റ്റ് മലയാളത്തിൽ മാത്രമല്ല, ലക്കിലി ഇറ്റ് വെന്റ് ഇൻടു ഹിറ്റ് ഇൻ അതർ ലാംഗ്വേജസ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരും കണ്ടു, തമിഴരും തെലുങ്ക് മറ്റേ കന്നഡക്കാരും എല്ലാവരും പടം കണ്ടു, പാട്ട് കണ്ടു, ആ സ്കൂട്ടർ കാണുകയും ചെയ്തു. സോ ദാറ്റ്സ് എ പവർ ഓഫ് ഇൻഫിലിം ബ്രാൻഡ്. പിന്നെ ബോളിവുഡിൻ്റെ അത്രയും നമ്മൾ ഇൻഫിലിം ബ്രാൻഡിങ്ങിൽ മച്ചുവേർഡ് അല്ല. കാരണം മച്ചുവേർഡ് അല്ലാത്ത കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ കമ്പനീസ് അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കിയിട്ടില്ല. അത് നമ്മുടെ ഇവിടുത്തെ കുറേ കോർപ്പറേറ്റ്സ് ഉണ്ടല്ലോ, കോർപ്പറേറ്റ് കമ്പനിയുടെ സ്കോപ്പ് മനസ്സിലാക്കിയിട്ടില്ല. ഈ സ്കോപ്പ് മനസ്സിലാക്കിയ ആൾക്കാരാണ് ബോളിവുഡിൽ ഇൻഫിലിം ബ്രാൻഡിങ് ചെയ്യുന്ന കമ്പനീസ്, ലാർജ് കമ്പനീസ്. ഐ എം ടോക്കിംഗ് KFC, പെപ്സി, കൊക്കോകോള, തംസ് അപ്പ്, സ്ഥിരമായിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ബ്രാൻഡുകൾ, മക്ഡൊണാൾഡ്സ്. ഇവരൊക്കെ ഇതിന്റെ പ്രസൻസ് മനസ്സിലാക്കിയ ആൾക്കാരാണ്. സോ ബോളിവുഡ് മൂവീസിൽ എസ്പെഷ്യലി ലേറ്റസ്റ്റ് ജനറേഷൻ മൂവീസ്, ഋത്തിക് റോഷനൊക്കെ ഇതിന്റെ ഉസ്താദാണ്. രാകേഷ് റോഷൻ, ഹിസ് മൂവീസ് ആർ ഓൾ, ഐ തിങ്ക് ഒരു പടത്തിനകത്ത്, ഏത് പടമെന്ന് ഞാൻ ഓർക്കുന്നില്ല, 22 ബ്രാൻഡ് വരെ ഞാൻ എണ്ണിയിട്ടുണ്ട് ഒരൊറ്റ പടത്തിനകത്ത്. 2.5 മണിക്കൂറിൻ്റെ ഒരു പടത്തിനകത്ത് 22 ബ്രാൻഡിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. So Lord, I believe I answered your question. മാർക്കറ്റിംഗ് ഏജൻസി ത്രൂ പോകണം. പിന്നെ ഇതിൻ്റെ ഒരു സജഷനോട് ഞാൻ നിങ്ങൾക്ക് പറയാം, പ്രൊഡ്യൂസേഴ്സിനടുത്തും ഡയറക്ടേഴ്സിനടുത്തും പറയുന്ന കാര്യം, ഡയറക്ടേഴ്സ്, ചില ഡയറക്ടേഴ്സ് ആഡ് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഡയറക്ടേഴ്സിന് ഡയറക്റ്റ് കമ്പനികളിൽ, അത് മാർക്കറ്റിംഗ് മാനേജേഴ്സിലേക്ക് ആക്സസ് കാണും. പക്ഷെ എല്ലാവർക്കും അത് കാണണമെന്നില്ല. സോ മാർക്കറ്റിംഗ് ഏജൻസീസ് അല്ലെങ്കിൽ PR ഏജൻസീസിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ക്രിപ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് എന്നുള്ള പ്രപ്പോസൽസ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് വേണം നിങ്ങളിത് പിച്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ മാർക്കറ്റിംഗ് മാനേജേഴ്സിനടുത്ത് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ ഒരു ഇൻഫിലിം ബ്രാൻഡിങ്ങിൻ്റെയും മൂവിയുടെ ഒരു കോ ബ്രാൻഡിങ്ങിൻ്റെയും ഒരു പോസിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക.
കാരണം പ്രിന്റ് ന്യൂസ് മീഡിയ ആഡ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ്. നിങ്ങൾക്ക് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടേം ഡ്രൈവ്. ബട്ട് ഇഫ് യു വോണ്ട് ടു ഹാവ് എ ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ലോങ് ടേം ആയിട്ട് ഒരു സാധനം ചെയ്ത് അതിൻ്റെ ഹൈ എഫക്റ്റീവ്നെസ് വരുന്നത് മൂവി ഈസ് വൺ ഓഫ് ദ ഫീൽഡ് ഫോർ ഇറ്റ്. എ മൂവി ക്യാൻ ചേഞ്ച് ജനറേഷൻ. നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാത്ത ഒരു സാധനമാണ്, അതിനെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്യാം. യു ക്യാൻ ആക്ച്വലി ചേഞ്ച് ദ തിങ്കിങ് പ്രോസസ് ഓഫ് എ ജനറേഷൻ ത്രൂ മൂവീസ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പൊളിറ്റിക്സുകാർ, സർട്ടൺ റൈറ്റ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മൂവി ഇൻഡസ്ട്രീനെ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്ത് അവരുടെ പ്രൊപ്പഗാൻഡ വിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയുന്നില്ല, കാരണം ഉദാഹരണം പറഞ്ഞാൽ എല്ലാം ടച്ച് ബേസ് ആവും. ഞാനൊരു എപ്പിസോഡ് ചെയ്യാം. വളരെ കെയർഫുള്ളായിട്ട് ട്രെഡ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് അത്. മാർക്കറ്റിംഗ് മാനേജേഴ്സ്, കമ്പനിയുടെ മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ഇൻഫിലിം പോസിബിലിറ്റി നിങ്ങൾ നോക്കുക. പക്ഷേ ഇൻഫിലിം പോസിബിലിറ്റി നോക്കുമ്പം ലേറ്റസ്റ്റ് ജനറേഷൻ മൂവീസിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പം ഷൂട്ട് ചെയ്യാം. ഇപ്പം ബ്രഹ്മയുഗത്തിനകത്ത് കൊണ്ട് നിങ്ങൾക്ക് ഇൻഫിലിം ബ്രാൻഡിങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിനകത്തും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ കാലഘട്ടം, അല്ലെങ്കിൽ പിന്നെ ആ കാലഘട്ടത്തെ സ്ഥാപനമായിരിക്കണം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്ത് തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഓപ്പോസിറ്റ് നോക്കുമ്പം നിങ്ങളുടെ സ്ഥാപനം ഇപ്പോഴും നിലനിൽക്കുന്ന ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതവിടെ കാണാൻ പറ്റും. ഇതാണ് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കേണ്ട കാര്യം. അപ്പോൾ ലോയിഡ്, ഐ ബിലീവ് ഐ ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. ക്യാൻ യു മേക്ക് മണി ഫ്രം ഇൻഫിലിം ബ്രാൻഡിങ്? ദ ആൻസർ ഇസ് യെസ്. ബട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ വളരെ മൈന്യൂട്ടായിട്ട് ഇത് പോസിബിലിറ്റി തേടിയിട്ടുള്ളൂ ആൾക്കാർക്ക്. കാരണം പല ആൾക്കാർക്കും, ഇൻക്ലൂഡിങ് ദ പ്രൊഡ്യൂസർ, ഡയറക്ടർ ആൻഡ് ദ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഗൈ, ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൻ്റെ അടുത്ത്. ഇവിടെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ കേരളത്തിൽ ഏറ്റവും വിൽക്കുന്ന ബൈക്കായി മാറിയത് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ കാരണമാണ്. അതായത് അനിയത്തി പ്രാവ് എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ ബുള്ളറ്റ്, റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ഇവിടെ പോപ്പുലറൈസ് ആയി കേരളക്കാരിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് വന്നതും സിനിമകളിൽ ത്രൂ ആണ്. സോ ദാറ്റ് ഈസ് എ ഡ്രൈവ്. പൂട്ടാൻ പോയ കമ്പനിയാണ് എൻഫീൽഡ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനൊരു നിങ്ങൾക്ക് ഹിസ്റ്ററി പോയി പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ആൻഡ് ദേ റിവൈവ് ദ കമ്പനി. ആൻഡ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഓഫ് ദ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടു ഡ്രൈവ് വാസ് മൂവീസ്. എല്ലാ നായകന്മാരും എൻഫീൽഡ് ബുള്ളറ്റിൽ വരുന്നൊരു ഇതുണ്ടായിരുന്നു. എൻഫീൽഡ് കേരളത്തിൽ വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് ബൈക്ക് ബ്രാൻഡായി മാറിയത് because of the movies. So there is a huge possibility, but many of the guys don't know about it and many of the guys are not utilizing it. So anyway guys, I believe I've covered enough for that section. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഫിലിം ബ്രാൻഡിങ്ങിൻ്റെ വേറെ തലങ്ങൾ ഞാൻ കവർ ചെയ്യാം വേറൊരു എപ്പിസോഡിൽ. So I'm trying to keep my episodes between 15 to 20 minutes, so it's easy watch for you. കണ്ടന്റ് ഓവർലോഡ് ആണെന്ന് ചിലർ പറയുന്നു, കണ്ട് തീരാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരാഴ്ച. So I will reduce my contents to like 2 or 3 maximum in a week, so you guys can cover it on a weekends. So anyway, thank you very much guys. Thank you for listening to me. See you in the next episode.